ഏതാനും വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ ശരിയായ അച്ഛനാണ്, ഒരു മകളുടെ അച്ഛൻ ചെയ്ത ഒരു കൊലപാതകം നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. അയാളുടെ മകളെ, ഒരു മകളാണ് ഉള്ളത്, ആ മകളെ ഓമനിച്ച് വളർത്തിയതാണ്. ആ കുട്ടിയെ ഒരു വൃത്തികെട്ടവൻ, അതിനെ ഇച്ചിരി പ്രായമുള്ളവനാണ്, അതിനെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തി. എന്നിട്ട് ഈ കുട്ടിയെ കാണാനില്ല. അവസാനം അന്വേഷിച്ച് നടന്നിട്ടാണ് പിന്നെ ഇതിൻ്റെ പിച്ച് ചീന്തപ്പെട്ട ശരീരം ഒരു കാട്ടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് കണ്ടെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനോടൊപ്പം ഈ പ്രതിയുണ്ടല്ലോ, അതായത് ഇതിനെ കൊലപ്പെടുത്തിയവൻ, അവനും അന്വേഷിക്കാനൊക്കെ കൂടി വളരെ കാര്യമായിട്ട് അയൽക്കാരനാണ്. അവസാനം ഈ അച്ഛനുണ്ടല്ലോ, ഇയാൾ തന്നെ അവസാനം ഈ യഥാർത്ഥ പ്രതി, ഈ സംഭവം നടത്തിയവരെ തന്നെ പോലീസ് പിടികൂടി അവരെ കൊലക്കേസ് ശിക്ഷിച്ചു, ജീവപര്യന്തം തടവ്. ഏതാണ്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ പതുക്കെ അവനെ വെളിയിലിറങ്ങി. ഈ അച്ഛനിങ്ങനെ കാത്തിരുന്നു. ഇറങ്ങി വന്നപ്പോൾ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഇയാൾ അവനെ അങ്ങ് കൊന്നിട്ട് പരസ്യമായിട്ട് അയാൾ പറഞ്ഞു, ഞാനാ കൊലപ്പെടുത്തിയത്, എൻ്റെ മോളെ കൊന്നവനെ ഞാൻ കൊന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് അയാൾ ജയിലിൽ പോയി. അതാണ് ഒരു അച്ഛൻ. നമ്മൾ ആ അച്ഛനെ കാണണം, നമ്മുടെ മനസ്സ് കാണാതിരിക്കരുത്. ഇവിടെ ഇപ്പം നമ്മളൊരു അച്ഛനെ കാണുന്നു. കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. വൈകുന്നേരം 4:30 മണിക്ക് ഒരു ജ്യേഷ്ഠത്തി അനിയത്തിയും കൂടെ സൈക്കിൾ ചവിട്ടാൻ ഇറങ്ങുന്നു. ജ്യേഷ്ഠത്തി എന്ന് പറയുന്ന കുട്ടിക്ക് വലിയ പ്രായം, 9 വയസ്സുകാരിയാണ്. 9 വയസ്സുകാരി 6 വയസ്സുകാരിയും കൂടെ റോഡിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു 17 വയസ്സുകാരനൊരുത്തൻ, അവനെ എന്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കാണുമെന്ന് നമ്മൾ ആലോചിച്ചോണം. അവനെ ഈ 9 വയസ്സുകാരിക്ക് നേരെ ഈ നട റോഡിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി. എന്നിട്ട് ഓടിക്കളഞ്ഞു. ഈ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, ഈ 9 വയസ്സുകാരുടെ അച്ഛൻ, അവനെ ഓടിച്ചിട്ട് പിടിച്ചു കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണ്? അപ്പം ഞാനായാലും ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ 2 അടി കൊടുക്കും, ഉറപ്പാണ്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മോളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അടിക്കും, അത് ഈ പ്രായത്തിൽ പോലും. എന്നിട്ടാണോ ഈ 9 വയസ്സുകാരുടെ അച്ഛൻ, അവൻ 2 അടി കൊടുത്തിട്ടുണ്ട്, ശരിയായിരിക്കും. അവൻ പോയി, എന്നിട്ട് അവനെ കൊണ്ടുപോയിട്ട് അവൻ ഏതാണ്ട് CPM ബന്ധമുള്ളതാണ്. CPM ബന്ധമുള്ളതുകൊണ്ടൊന്നുമല്ല ഈ നടപടിയിട്ട് ഉപദ്രവിക്കുന്നത്. കാരണം അവൻ്റെ തന്ത കൊടുക്കാത്ത ഇതാണ്, അവൻ്റെ അച്ഛൻ അവനെ ശിക്ഷിക്കാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇയാൾക്ക് ശിക്ഷിക്കേണ്ടി വന്നത്. അതിന് കുറ്റമൊന്നും പറയാൻ ഒക്കത്തില്ല, ഞാനതിന് കുറ്റം പറയത്തില്ല. പിന്നെ അങ്ങ് ഒരുപാട് ഉപദ്രവിക്കാനൊന്നുമില്ല. അവന് 17 വയസ്സല്ല ഉള്ളതെന്ന് വെച്ചാൽ 9 വയസ്സുകാരി കൊച്ചിനെയല്ലേ നടുറോഡ് വെച്ച് ഉപദ്രവിക്കുന്നത്. അവനെന്തോ ബോധമുള്ളവനാണ്. 17 വയസ്സുണ്ടല്ലോ അവന്, അതുവരെ അവനറിയാമല്ലോ. എന്നിട്ട് പോയി മൊഴിയും കൊടുത്തു. അവനെ അവസാനം പാർട്ടിക്കാരോട് കൊടുന്നു. യവൻ്റെ പേരിലുള്ള കേസ്, യവൻ്റെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനിപ്പോൾ ചെയ്തെന്താ, യവനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് കടവന്ത്ര പോലീസ് ഈ അച്ഛനെതിരെ ജാമ്യമില്ലാ കുറ്റങ്ങൾ ചേർത്ത് കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. നമ്മളൊന്ന് ആലോചിക്കണം, ഈ പോലീസുകാർക്ക് അറിഞ്ഞൂടെ? പിടിക്കുമ്പം നിങ്ങൾ ഇതുപോലെ ഈ 17 വയസ്സുകാർ ചോദിച്ചു, നീ എന്തോ ചെയ്ത്, എന്താ കാര്യം? അത് അവനെ എന്തിനെ ഉപദ്രവിച്ചു എന്നുള്ളതൊന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ട് അവരും കൂടെ 2 അടിയും കൊടുത്ത് പറഞ്ഞു വിടണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഇയാളുടെ പേരിൽ ഇനി ഇയാളെ കുടഞ്ഞു കിടക്കണം. അയാളുടെ മോളെ നടുറോഡ് വെച്ച് ഉപദ്രവിച്ച് ഒരുത്തനെ പിന്നെന്തോ അവനെ പിടിച്ച് കൊടുക്കണോ അതാണോ ചെയ്യേണ്ടത്? മനുഷ്യരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഈ പോലീസുകാരായ മനുഷ്യത്വമൊന്നും വേണ്ടേ? അതിന് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ, ഈ കുട്ടിയുടെ മൊഴിയുള്ളതുകൊണ്ട് കേസെടുത്തെന്ന്. അവൻ മൊഴി പലതും പറയും. അതിനെന്താ, അവനെ ഇത് മൊഴിഞ്ഞോ? ഈ കൊച്ചിനെ നടുറോഡ് വെച്ച് ഉപദ്രവിച്ചത് അവൻ മൊഴിഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ മൊഴിഞ്ഞെങ്കിൽ അത് പ്രൈവറ്റ് ഡിഫൻസാണ് അതിൻ്റെ അച്ഛൻ ചെയ്യുന്നത്. അതിന് ഒരു തകരാറുമില്ല.
ഒരു കുഴപ്പമില്ല, ഉള്ള കാര്യമല്ല. ഇനി അത് ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇതിങ്ങനെ അവനെ അതിന് പകരം ഉപദ്രവിക്കുക എന്നുള്ളതൊന്നും ഒരു കാര്യമല്ല, അത് ചെയ്യാനും പാടില്ലാത്തതാണ്. പക്ഷേ ആ ചെയ്ത അച്ഛൻ്റെ ഒരു മനസ്സൊന്ന് കാണണം. അത് കാണുമ്പോൾ നമുക്കതിനകത്ത്, എന്നിട്ട് അതിനകത്ത് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് തീർക്കാമെന്ന്. കൊച്ചിനെ റോഡ് വെച്ച് ഉപദ്രവിച്ചിട്ട് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഇപ്പോൾ അവസാനം രാഷ്ട്രീയമായിട്ട് തിരിഞ്ഞു. കോൺഗ്രസ്സുകാരൊക്കെ കൂടി ഇന്നലെ അതിനെതിരെ ഈ കടവന്ത്ര പോലീസിനെതിരെ അവർ സമരം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധം ഒക്കെ നടത്തി. ഈ അച്ഛന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. മോളെ ഉപദ്രവിച്ചിട്ട് 5 അല്ല 50 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിക്കും. അയാളുടെ മോളെ ഉപദ്രവിച്ചല്ലേ. ഈ 17 വയസ്സുകാരനെ ഞാൻ അവനെയല്ല കുറ്റം പറയുന്നത്, അവൻ്റെ തന്തയാണ് കുറ്റം പറയുന്നത്. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ ഇല്ലാതിരിക്കത്തില്ലല്ലോ. കാരണം ഇവനെ വീട്ടിൽ മര്യാദയ്ക്ക് വളർത്തണം. 9 വയസ്സുള്ള ഒരു കൊച്ചിനെ റോഡിൽ വെച്ച് ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് അതിനെതിരെ കേസും കൂടെ കൊടുക്കാൻ, അടിയും വാങ്ങിച്ചിട്ട്. അതിന് യാതൊരു തെറ്റുമില്ല അയാൾ അടി കൊടുത്തതിന്, ഞാനൊന്നും പറയത്തില്ല. കാരണം അവൻ്റെ തന്ത ചെയ്യാത്തത് ഇയാൾ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം എന്നെ ഓടിച്ചിട്ട് പിടിച്ച്, ഞാൻ പറഞ്ഞ പോലെ എന്തോ അവനെ പിടിച്ച് ഉമ്മ കൊടുക്കണോ, സ്നേഹിക്കണം, അതൊന്നും അല്ലല്ലോ വേണ്ടത്. അയാൾ ഓടിച്ചു പിടിച്ചു, അയാളുടെ ധാർമ്മിക രോഷം എന്നല്ലാതെ അതിന് പറയേണ്ടത്. യഥാർത്ഥത്തിൽ അയാളുടെ വൈരാഗ്യം തന്നെയാണ്. കാരണം അയാളുടെ മോളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഒരു നല്ല അച്ഛനാണ് അയാൾ, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിച്ചത് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് അതിനകത്ത് എടുക്കേണ്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു, അതായത് ഇത് വിളിച്ച് പറഞ്ഞ് തീർത്തിടാ, നീ ഇങ്ങനെ കൊച്ചിനെ കയറി ഉപദ്രവിച്ചല്ലേ, അതിന് ചിലപ്പോൾ ആടി കിട്ടും, നിനക്ക് സാരമില്ല, ഇതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 2 എണ്ണം കൂടെ കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. ഇതാണ് ചെയ്യേണ്ടത്. മേലാൽ അവൻ ഇത് ചെയ്യല. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവനെ നാണക്കേട് അവന് ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങനെങ്കിലും അവൻ മേലാൽ ഇതുപോലെ ആളുകളെ ഉപദ്രവിക്കത്തില്ല. ഇപ്പം നട റോഡിലൊക്കെ വെച്ച് പെൺകുട്ടികളെ ഇതുപോലെ ഉപദ്രവിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? അയാളൊരു നല്ല അച്ഛനാണ്, ഈ കടവന്ത്രക്കാരൻ അച്ഛൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ.